ഹമാസിന്റെ നേതൃനിരയിൽ 2ാം സ്ഥാനക്കാരൻ, ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഉപമേധാവി. ഇസ്രായേലിന് വളരെ കാലമായി പിടികിട്ടാത്ത ലക്ഷ്യമായിരുന്നു മർവൻ ഈസ എന്ന ഹമാസ് നേതാവ്. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മർവൻ ഈസ കൊല്ലപ്പെട്ടതായി US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവൻ സ്ഥിരീകരിച്ചു. മധ്യ ഗസയിലെ നസറേത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലാണ് നേതാവ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. IDF നടത്തിയ വിപുലമായ ശ്രമങ്ങളുടെ പരിസമാപ്തിയായിരുന്നു അത് എന്ന് US അറിയിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹമാസ് ഗ്രൂപ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ റഡാർ പരിധിയിൽ നിന്ന് എപ്പോഴും ഒളിച്ചു നിൽക്കാനും ഇസ്രായേലിനെ കബളിപ്പിക്കാനും അവരിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള കഴിവ് കാരണം ഷാഡോ മാൻ എന്നാണ് മർവൻ ഈസയെ വിശേഷിപ്പിച്ചിരുന്നത്. 59-കാരനായ ഗസ നിവാസിയായ ഈസ 1ാം ഇൻതിഫാദയുടെ കാലം മുതൽ നീണ്ട ഭീകരാക്രമണ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗസയിലെയും ഇസ്രായേലിലെയും ജൂത ഇടപെടലിനെതിരെ പലസ്തീൻ ജനത നടത്തിയ മുന്നേറ്റമാണ് ഇൻതിഫാദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ നിന്ന് 253 പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഞെട്ടിക്കുന്ന ഭീകരാക്രമണം ഇസ്രായേലിനെ വല്ലാതെ വരച്ചിരുന്നു. ഈസ് അദിൻ അൽ ഖസം ബ്രിഗേഡ്സിന്റെ ഡെപ്യൂട്ടി ഹെഡ് എന്ന നിലയിലുള്ള ഈസയുടെ റോൾ കാരണം അദ്ദേഹത്തിന്റെ സൈനിക വിഭാഗത്തിന്റെ നേതാവ് മുഹമ്മദ് ഡീഫിന്റെ 2ാമത്തെ കമാൻഡർ ആക്കുകയായിരുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിലുള്ള കണക്ഷന്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈസയെന്നും ഇസ്രായേൽ മുൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി അമോസ് യാർഡ്ലിൻ പറഞ്ഞിരുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ യഹ്യ സിൻഹ ആണെന്ന് വാർത്തകൾ വന്നതാണ്. യഹ്യയോടൊപ്പം തന്നെ ആക്രമണത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയാവുന്ന 5 ആളുകളിൽ ഒരാളാണ് മർവൻ ഈസ എന്നും റിപ്പോർട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതിന് 1987-ൽ ഇസ്രായേൽ ഈസയെ 5 വർഷം ജയിലിൽ അടച്ചിരുന്നു. പിന്നീട് ഏതാനും വർഷം പലസ്തീൻ അതോറിറ്റിയും ഈസയെ തടവിലാക്കി. അതേസമയം US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിക്കുകയും ഗസയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അവരുടെ സംഭാഷണത്തിൽ വടക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഗസയിലുടനീളം ആവശ്യമുള്ളവരിലേക്ക് ജീവൻ രക്ഷാ സഹായത്തിന്റെ ഒഴുക്ക് ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയപ്പെട്ടത്. നെതന്യാഹുവിനോട് ബൈഡൻ ഇതേക്കുറിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ റഫേൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം കനത്ത നാശം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുണ്ട്. റഫ ഓപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കാൻ നെതന്യാഹു സമ്മതിച്ചതായി US അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 31,819 ആയിരിക്കുന്നു. പരിക്കേറ്റത് 73,934 പേരും.